ഹലോ. അപ്പോൾ എല്ലാ ഞായറാഴ്ചത്തെ പോലെ ഈ ഞായറാഴ്ച വളരെ ബിസി ആയിരുന്നു. ഫസ്റ്റ് തന്നെ എൻ്റെ ക്ലോസ് ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻറ്റ് ഉണ്ടായിരുന്നു. പ്ലേസ് എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല. തോന്നിക്കലടുത്തുള്ള ഒരു ക്യാമ്പ് റിവർ റിസോർട്ടിലായിരുന്നു എൻഗേജ്മെൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി ഇവൻ്റ് ആയിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല പറയാൻ. നല്ല അടിപൊളി ഇവൻ്റ് ആയിരുന്നു അവിടെ മാനേജ് ചെയ്തത്. ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു, ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. രാവിലെ ഞാൻ അവിടെ എത്തിയപ്പോൾ തന്നെ ലേറ്റ് ആയിരുന്നു. അപ്പോൾ എൻഗേജ്മെൻറ്റ് ചെറുതായിട്ടൊന്ന് കഴിഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു മാരേജിന് പോകാനുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ അവിടെ ജസ്റ്റ് തല കാണിച്ചിട്ട് അപ്പം തന്നെ ഇറങ്ങി. ആ ഒരു പ്ലേസ് എൻജോയ് ചെയ്യാനുള്ള ടൈം പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എൻഗേജ്മെൻറ്റ് ഗേളിനെ പറ്റി പറയാനാണെങ്കിൽ ഞങ്ങൾ ഒരുപാട് ഇയേഴ്സ് അങ്ങനെ ക്ലോസ് ആയിട്ടിരുന്ന് പഠിച്ചിട്ടോ അങ്ങനെ ഒന്നുമില്ല. ബട്ട് സ്റ്റിൽ ഷീ റിമൈൻസ് ഇൻ മൈ ഹേർട്ട്. അവിടെ നിന്ന് പിന്നെ ഒരൊറ്റ ഓട്ടമായിരുന്നു കേട്ടോ അടുത്ത കല്യാണ സ്ഥലത്തേക്ക്. അവിടെ എത്തിയപ്പോഴേക്കും എല്ലാവരും വന്നു. കല്യാണം കഴിഞ്ഞിട്ടില്ല, കഴിയാറായിരുന്നു ഏതാണ്ട്. ഇനി ബ്രൈഡിനെ പറ്റി രണ്ട് വാക്ക് പറയാനാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഗ്യാങ്ങിലെ ഏറ്റവും വലിയ വായടിയാണ് കേട്ടോ നീരജ്. അത്രയ്ക്ക് ബോൾഡാണ് കേട്ടോ ആളുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. ഞാനിതിൽ പറ്റുമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ എത്തിപ്പിടിക്കും ഡാൻസൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ടീമിൽ വെയിറ്റ് ചെയ്ത മാരേജസിൽ ഒന്നാണ് ഈ കഴിഞ്ഞത് കേട്ടോ. ഇനി അതുപോലെ ഉണ്ട്. ഇവരൊക്കെയാണ് എൻ്റെ ടീം. യെസ് ഗൈസ്, ഇവരൊക്കെയാണ് എൻ്റെ ഹാപ്പിനെസ്. ഇവരുടെയൊക്കെ കൂടെ ഉണ്ടായിരുന്ന കാലത്ത് സ്ട്രെസ് എന്താണ്, ഡിപ്രഷൻ എന്താണെന്നൊന്നും ഞാൻ അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. MSc പഠിച്ച കാര്യമാണ് കേട്ടോ ഈ പറയുന്നത്. അവിടെ ടീച്ചേഴ്സും കുട്ടികളും എല്ലാവരും അലമ്പാണ് എന്ന് വെച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അലമ്പല്ല. അടിപൊളിയാണ്, വൈബായിരുന്നു അവിടെ പഠിച്ച ടൈം. ഫുള്ളും നല്ല എൻജോയ് ചെയ്ത ടൈമായിരുന്നു. അവിടെ പഠിച്ച ഞങ്ങളുടെ ടീമിലുള്ള ആരും എന്തായാലും ക്ലാസ് ബോറായിരുന്നു എന്ന് പറയില്ല. ഇതിൽ കാർത്തി, ശരണേച്ചിയും പാറും മിസ്സിംഗ് ആണ്. കാർത്തി ഭയങ്കര ബിസിയാണെന്ന് പറഞ്ഞത്. ശരണേച്ചി ടൈമിന് മുങ്ങിയതാണ് കേട്ടോ. വരാൻ തലേ ദിവസം അന്ന് രാവിലെ വരെ പറഞ്ഞ ആളായിരുന്നു. ഇതാണ് ഗൈസ് അക്കു. ആദ്യം വന്നപ്പോൾ ഇൻവേർട്ടറായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ തനിക്കുണം കാണിച്ച്. ചേച്ചി അപ്പോഴേ പറഞ്ഞായിരുന്നു കുറച്ച് കഴിയുമ്പോൾ നിൻ്റെ അടുത്തൊന്നും മാറൂല. പറഞ്ഞത് കറക്റ്റായിരുന്നടാ. എനിക്ക് 2 കിട്ടുകയും ചെയ്തു. അതുകൊട്ടെ, കിട്ടിയത് കിട്ടി, നമ്മളിനി പുറത്ത് പറയാൻ നിൽക്കണ്ടല്ലോ. അങ്ങനെ അവരുടെ ടാറ്റയൊക്കെ പറഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് വൈകിട്ട് വേറൊരു ഫംഗ്ഷനും പോകാനുണ്ടായിരുന്നു. അതിനും പോയിട്ട് ആ സൺഡേ അങ്ങനെ അങ്ങ് കഴിഞ്ഞു. അപ്പോൾ പുതിയൊരു സൺഡേ പുതിയൊരു വിശേഷമായിട്ട് പിന്നെ കാണാം കേട്ടോ. ബൈ.